അങ്ങനെ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വന്നിരിക്കുകയാണ്. സോ എല്ലാവർക്കും വെൽക്കം ടു സുചിതാസ് ലൈഫ് പാലറ്റ് യൂട്യൂബ് ചാനൽ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അമ്പലത്തിൽ പോകുന്നത്. മൈൻഡ് കുറച്ച് സ്ട്രെസ്ഡ് ആകുമ്പോൾ, ടെൻഷൻ ആകുമ്പോൾ, വർക്ക് ലോഡൊക്കെ കുറേ ഉണ്ടാകുമ്പോൾ ഞാൻ പോകുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഈ അമ്പലം കൂടുതൽ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഈ അമ്പലത്തിൽ ഞാൻ എപ്പോഴും പോകുന്നത് വെച്ചാൽ ഇവിടുത്തെ സൈലൻസ് ഭയങ്കര പീസ്ഫുള്ളാണ്. എനിക്ക് അമ്പലത്തിൽ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നത് എനിക്കെന്തോ പേഴ്സണലി ഇഷ്ടമല്ല. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതാണ്. ഒരു അമ്പലം എന്ന് പറയുമ്പോൾ ഈ ഒരു പീസ്ഫുൾ എൻവയൺമെൻറ്റും ഒരു കാം ഒരു ഫീലിംഗ് കിട്ടും. സോ അതാണ് ഞാൻ എപ്പോഴും, ഞാനിപ്പോൾ എന്നല്ല, ഞാൻ പണ്ട് ചെറുപ്പം മുതലേ വരുന്നൊരു അമ്പലമാണ്. സോ കാസർഗോഡിലുള്ള ആൾക്കാരും വേറെ സ്ഥലത്തുള്ള ആൾക്കാരെല്ലാവരും എന്തായാലും വരണം ഈ അമ്പലത്തിൽ. യെസ്, ബാക്കി നമുക്ക് ഇതൊരു സുബ്രഹ്മണ്യ അമ്പലമാണ്. അമ്പലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അറിയുന്ന ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യുക. കാസർഗോഡ് ആൾക്കാർക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഇവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ ആൾക്കാർ വരാറുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട് കുറേ ഫോട്ടോഷൂട്ട്. ഞാൻ കുറച്ചൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഭയങ്കര ഒരു കാണാനും ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. സോ ഗൈസ്, ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ എനിക്കിത് പറയണം. ബിക്കോസ് ഈ അമ്പലത്തിലൊരു സ്പെഷ്യാലിറ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെയുള്ള സൈലൻസാണ്. ഒരു അമ്പലം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതല്ലേ, ഇങ്ങനെ കുറേ മയിലിൻ്റെ ശബ്ദമൊക്കെ നമ്മൾ കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ വരാൻ. ബിക്കോസ് വേറെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഭയങ്കര കാമാണ്, ഭയങ്കര സൈലൻസാണ്, ഭയങ്കര ഒരു പീസ്ഫുൾ എൻവയൺമെൻറ്റാണ്. സോ ഞാൻ എല്ലാ മാസവും ഞാൻ വരാൻ ട്രൈ ചെയ്യും. ഇത് ഞാൻ പണ്ടേ വരുന്ന ഒരു അമ്പലമാണ്, ഞാൻ പുതിയതായിട്ട് വരാൻ തുടങ്ങിയതൊന്നുമല്ല. കാസർഗോഡുകാർക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്ര ആൾക്കാരാണ് അമ്പലത്തിലുള്ളതെന്ന്. അവിടുത്തെ പൂജാരികളായാലും ഭയങ്കര സന്തോഷത്തിൽ നമ്മളോട് സംസാരിക്കും. സോ കുറേ ആൾക്കാരില്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും, ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. സോ വ്യൂ ആയാലും അവിടെയുള്ള സൈലൻസ് ആയാലും ഞാൻ ഭയങ്കര ആസ്വദിക്കുന്നൊരു സംഭവമാണ്. സോ ഞാൻ എല്ലാ മാസവും മാസത്തിൽ പ്രാവശ്യം വരാൻ, മിനിമം മാസത്തിൽ പ്രാവശ്യം വരെ ഞാൻ ട്രൈ ചെയ്യും. അവിടെ കുറേ സമയം നിന്നിട്ടാണ് റിട്ടേൺ ഞാൻ വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ ഫ്രണ്ടുമായിട്ട് വരും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരും. ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് അവിടെ പോകാനാണ് എനിക്കിഷ്ടം. സോ എല്ലാ സ്ഥലങ്ങളിൽ ചിലപ്പോൾ വന്ന് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യും. കുറേ ആൾക്കാർ വരും ഫോട്ടോഷൂട്ട് ചെയ്യാൻ. പക്ഷേ എപ്പോൾ ഈ അമ്പലത്തിൽ വന്നാലും ആൾക്കാർ കുറവായിരിക്കും. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വരാൻ. ഈ ഫ്രണ്ടിൻ്റെ ഒന്നിച്ചാണ് ഞാൻ ഇന്ന് ഈ അമ്പലത്തിൽ വന്നത്. നീതു എൻ്റെ ഭയങ്കര നല്ലൊരു ഫ്രണ്ടാണ്. നീതുവിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഡു ഇറ്റ് വിത്ത് മീ എന്ന് പറഞ്ഞിട്ട്. നീതു ഒരു ആർട്ടിസ്റ്റാണ്. സോ എല്ലാവരും ആ ചാനലിലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ചാനലാണ്. കുറേ റെസിൻ ആർട്ടും അങ്ങനെയുള്ള കുറേ ക്രാഫ്റ്റ് വർക്ക്സൊക്കെ നിങ്ങൾക്ക് കാണാം. സോ അമ്പലത്തിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോയത് ചിന്മയ വിദ്യാലയ കാസർഗോഡ് ഈ സ്കൂളിലേക്കാണ്. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ എഡ് ഡെസ്റ്റിനേഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു സ്റ്റഡി ചെയ്യുന്നത് ഞാൻ അറ്റൽ ടിങ്കറിങ് ലാബ്സിനെ കുറച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്. സോ ലിമിറ്റഡ് സ്കൂൾസിൽ മാത്രമേ ഈ അറ്റൽ ടിങ്കറിങ് ലാബ്സ് ഉള്ളൂ. സോ അതിലൊരു സ്കൂളാണ് ചിന്മയ വിദ്യാലയ കാസർഗോഡ്. സോ ഞാൻ ആ പ്രിൻസിപ്പലിനെ കോൺടാക്റ്റ് ചെയ്തു, മീറ്റ് ചെയ്തു. എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. പ്രിൻസിപ്പൽ സാറായാലും വൈസ് പ്രിൻസിപ്പൽ അവരുടെ നോളജ് ഷെയർ ചെയ്തു, കുറേ ഐഡിയാസ് തന്നു എന്താ അറ്റൽ ടിങ്കറിങ് ലാബ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ സ്റ്റഡി ബേസ്ഡ് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നു. ആൻഡ് അവിടുത്തെ സ്റ്റാഫ്സ് ആയാലും ഭയങ്കര കോപ്പറേറ്റിംഗ് ആയിരുന്നു എല്ലാവരും. സോ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു അറ്റൽ ടിങ്കറിങ് ലാബ് ഡയറക്റ്റ് ആയിട്ട് കാണുന്നത്. ഞാൻ യൂഷ്വലി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റഡീൻ്റെ ആവശ്യമായിട്ട്. സോ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സോ അറ്റൽ ടിങ്കറിങ് ലാബ് എന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാർക്ക് ഇൻ കേസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ബേസിക്കലി ഇതൊരു ഇന്ത്യൻ ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് സ്റ്റെം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ബേസിക്കലി കുട്ടികൾക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ലാബാണ്, അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തതിനെക്കുറിച്ച്. സ്കൂളിൽ പോയ വർക്കൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. സോ ഞാൻ വീട്ടിലെത്തി. അടുത്താണ് ഈ അമ്പലമായാലും സ്കൂളായാലും എനിക്ക് കുറച്ച് അടുത്താണ്. അതുകൊണ്ട് എനിക്ക് വലിയ ടയേർഡൊന്നും ആയില്ല. എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. സോ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് ഓൾറെഡി 9K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഇത്ര ചെറിയ ടൈമിൽ ഞാൻ ഏപ്രിലിലാണ് തുടങ്ങിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഓൾറെഡി എനിക്ക് 9K സബ്സ്ക്രൈബേഴ്സായി. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ. എല്ലാവർക്കും ആരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, അതുപോലെ തന്നെ ആരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹായ്.